എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തോന്നങ്കലുള്ള ഭാരത് ബെൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഭാരത് ബെൻസിൻ്റെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന SIT ബോഡിയിലുള്ള ബസ്സാണ്. നമ്മൾ ഒരുപാട് തവണ ഇവിടെ വന്ന ബസ്സുകളുടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പൊക്കെ നമ്മൾ കൊണ്ടോടിയുടെ ബോഡി വെച്ചിട്ടുള്ള ഒരു ബസ്സിൻ്റെ വീഡിയോകളാണ് പൊതുവെ ചെയ്തത്. അപ്പോൾ പാലക്കാട് നിന്ന് വന്നിരിക്കുന്ന SITയുടെ ബോഡി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാണാൻ ഭംഗിയുണ്ടോയെന്ന് അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പേജ് ഫോളോ ചെയ്യാണ്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കരുത് പ്രത്യേകം ഓർക്കും. സോ അഗൈൻ വെൽക്കം ടു റോബ് മൈ ഷോ. ഭാരത് ബെൻസിന് തന്നെ ഒരു മീഡിയം ഡ്യൂട്ടി ആയിട്ട് വരുന്ന ഷാസിയാണ് 1017 എന്ന് പറയുന്നത്. അപ്പോൾ ആ 1017 ഈ ഒരു വണ്ടിയുടെ ബോഡി ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു മധ്യ കേരളത്തിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഈ കൊണ്ടോടി ബോഡിയൊക്കെയാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ വർക്കലയുള്ള വിക്ടറി അവരെയൊക്കെ ബോഡി നമ്മൾ കാണാറുണ്ട്. പൊതുവേ ഇത്തരത്തിലുള്ള ബോഡികൾ വരുന്നത് ലൈക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ എറണാകുളത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ തൃശ്ശൂർ, മലപ്പുറം, അങ്ങനെ കാലിക്കറ്റ്, കണ്ണൂർ. കാരണം ആ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലുക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് സ്പെസിഫിക്കേഷൻസാണ് കാണുന്നത്. കാരണം കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ള വാഹനങ്ങൾ, കാരണം നമുക്ക് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ അടിപൊളി ബസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഒരു നോർമൽ സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഡിസൈൻസിലാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. എന്നാലും നല്ല രീതിയിൽ അലങ്കരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ 10 മീറ്റർ ലെങ്ത് വരുന്ന ഒരു ബസ്സാണ്. 10 മീറ്റർ ലെങ്ത് വരുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ 35 സീറ്റ് പ്ലസ് ഒരു ഡ്രൈവർ കപ്പാസിറ്റിയാണ് വാഹനത്തിനകത്ത് വരുന്നത്. ഏറ്റവും പുതിയ നോംസ് അനുസരിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന ബസ്സാണ്. ഇതിൻ്റെ കളർ കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലൂ കളർ കോഡാണ് വന്നിരിക്കുന്നത്. അതായത് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഓടുന്ന പെർമിറ്റിനാണ് ഈ പറയുന്ന ബ്ലൂ കളർ കൊടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രോഹിത് എന്ന് പറഞ്ഞൊരു ബസ് ചെയ്തായിരുന്നു. അപ്പോൾ ഏകദേശം പച്ച കളറുള്ള ഒരു ബസ് ബോഡിയായിരുന്നു ഉണ്ടായിരുന്നത്. പച്ച കളർ എന്ന് പറയുന്നത് ഈ ടൗണുകളെ ബന്ധിപ്പിക്കുന്ന ഒരു വാഹനങ്ങളുടെ ഒരു പെർമിറ്റിനാണ് അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിങ്ക് കളറുണ്ട്. അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്കാണ് പിങ്ക് കളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രൈവറ്റ് ബസ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ കളർ കോഡ് നിങ്ങൾ സ്വതവേ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കളർ കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം അറിയാൻ മേലാത്തവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്കും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1017 ചാസസ് എന്ന് പറഞ്ഞാൽ 1017 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ടൺ 170 ഹോഴ്സ് പവറാണ് വാഹനത്തിനകത്ത് വരുന്നത്. ഫ്രണ്ടിൽ നിന്നൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ലുക്കുകളാണ്. ഏറ്റവും ടോപ്പിൽ സാധാരണ അവിടെ ഒരു നെയിം ബോർഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ അവിടെ നെയിം ബോർഡ് കൊടുത്തിട്ടില്ല. പക്ഷേ അവിടെ ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു പാറ്റേണൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പുറത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിസിബിളായിട്ട് കാണാം. വാഹനത്തിൻ്റെ മുകളിലെ റൂഫ് കംപ്ലീറ്റ് അത്തരത്തിലുള്ളൊരു മൈക്കാണ് കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വലിയ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് 2 കൊമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അത് കൂടാതെ 2 മിറേഴ്സും കൂടെ സൈഡിലുണ്ട്. പിന്നെ വൈപ്പേഴ്സ് നമുക്ക് കാണാം. ഭാരത് ബെൻസ് എന്നുള്ള റൈറ്റിംഗ് ആണ്. ഫ്രണ്ട് ഭാഗമൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒരു ഉരുളിമയുള്ള ഭാഗങ്ങളാണ്. കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നാളെ ഡെലിവറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെറിയൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭാരത് ബെൻസിൻ്റെ ഒരു ലോഗോയും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു മെഷീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാലജൻ യൂണിറ്റ്സ് ആയിട്ട് വരുന്ന ലൈറ്റുകളാണ്. 2 യൂണിറ്റ്സ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഭാരത് ബെൻസ് സിഗ്നേച്ചർ ആയിട്ട് വരുന്ന ഒരു 10 ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുന്ന സമയത്ത് അവിടെ റിഫ്ലക്റ്റേഴ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാസ് കഴുകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു, കയറി നിൽക്കാനുള്ള ഒരു സംവിധാനമാണെന്ന് തോന്നുന്നു. 2 ഫുഡ് സ്റ്റെപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണ്. 10 മീറ്റർ ആണ് ബസ് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ആ ഒരു ബ്ലൂ കളറിൽ വൈറ്റ് കോഡിങ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുള്ളി ഗ്ലാസ് ഏരിയയാണ്. ഗ്ലാസ് ഏരിയ ഒരുപാടുള്ളതുകൊണ്ട് നല്ല വിസിബിലിറ്റിയാണ്. അകത്തേക്കും കാണാം, അകത്ത് നിന്ന് പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ കൊമ്പ്, ആ ഒരു മനോഹരമായിട്ടുള്ള കൊമ്പുകളാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു HK വിഷൻ്റെ ഒരു CCTV ക്യാമറ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറിന് അവിടെ നോക്കി കഴിയുമ്പോൾ ഈ ഒരു വശം കാണാൻ വേണ്ടിയാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ടയേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 235/75R 17.5 ആണ്. 17.5 വരുന്ന ടയേഴ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പരാബിളിക് ആയിട്ട് വരുന്ന സസ്പെൻഷനാണ്. അതിനകത്ത് ആൻറ്റി റോൾ ബാർ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ടെലസ്കോപ്പിക് ആയിട്ട് വരുന്ന സസ്പെൻഷനും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പം നല്ലൊരു മികച്ച ഒരു യാത്രാ കംഫോർട്ട് ഈ വാഹനത്തിന് കിട്ടേണ്ടതാണ്. എൻ്റെ ബ്രേക്കുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് ഫുള്ളി എയർ ഓപ്പറേറ്റഡ് ആയിട്ട് വരുന്ന ഡ്രം ബ്രേക്കുകളാണ്, എസ്കാം ബ്രേക്കുകളാണ്. ഓക്സിലറി ആയിട്ട് വരുന്ന ബ്രേക്കുകൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സോസ് ബ്രേക്ക് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് ഹാൻഡ് ബ്രേക്സും വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സേഫ്റ്റി റെയിലിങ്സും കാര്യങ്ങളൊക്കെ കാണാം. അകത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് തന്നെ നമുക്ക് അകത്തേക്കുള്ള കാഴ്ചകൾ കാണാം. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ ഒരു ബ്ലൂ കളറുള്ള മൈക്കും കാര്യങ്ങളുണ്ട്. സീറ്റൊക്കെ ഒരു വെൽവെറ്റ് ടൈപ്പ് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അകത്തേക്ക് വരുന്ന സമയത്ത് കാണിക്കാം. എയർ ഓപ്പറേറ്റഡ് ആയിട്ട് വരുന്ന ഡോർസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കണ്ടിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഇവിടെ നമുക്ക് നോക്കുന്നതിന് അറിയാം, വണ്ടിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അലുമിനിയം ആയിട്ടുള്ള ബിൽറ്റായിട്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി നമുക്ക് ബാക്ക് പ്രൊഫൈലിലേക്ക് നമുക്ക് പോകാം. ബാക്ക് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ ബാക്ക് സൈഡ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ബാക്കിലും എയർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡോറാണ്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും ഇതിൻ്റെ പുറകു വശമാണെന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ്.
അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ക്ലസ്റ്ററുകളാണ് ഏറ്റവും മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്നത്. അടിപൊളി ഒരു ലൈറ്റ് ക്ലസ്റ്ററാണ് വാഹനത്തിനകത്തുള്ളത്. പിന്നെ ഏറ്റവും ടോപ്പിലാണെങ്കിൽ വലിയൊരു ഗ്ലാസ് ഏരിയ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഭാരത് ബെൻസ് എന്നുള്ള റൈറ്റിംഗ് ഉണ്ട്. നെയിം ബോർഡ് വെക്കാനുള്ള, റൂട്ട് ബോർഡ് വെക്കാനുള്ള ഒരു സ്ഥലവും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിനുള്ള ഒരു ഏരിയ, അതുപോലെ തന്നെ അതിനുള്ള ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിവേഴ്സ് എടുക്കുമ്പോഴുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആവശ്യമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ഡോർ നമുക്ക് കാണാനായിട്ട് പറ്റും. വാഹനത്തിൻ്റെ ഒരു എമർജൻസി ഡോറാണ്. ഇപ്പോഴത്തെ ഒരു ബസ് കോഡ് അല്ലെങ്കിൽ ബസ് ബോഡിയുടെ കോഡ് അനുസരിച്ച് എമർജൻസി ഡോറുകൾ മാൻഡേറ്ററി ആണ്. നമുക്ക് അത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വശത്തേക്ക് വരുമ്പോൾ AdBlueൻ്റെ ടാങ്ക് നമുക്ക് കാണാനായിട്ട് വരും. വാഹനം BS6 OBD2 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 35-36 ലിറ്ററാണ് AdBlueൻ്റെ ടാങ്ക് വരുന്നത്. പിന്നെ ഫ്യൂവൽ ലിഡും ടാങ്ക്സും ഒക്കെ ഈ വശത്തേക്ക് വരുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ 160 ലിറ്ററിൻ്റെ ടാങ്ക്സ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വശത്തേക്ക് വരുമ്പോൾ ATSൻ്റെ യൂണിറ്റ് ആണ്, അതേ ഡഫ് ഉള്ള യൂണിറ്റ് ആണ്. കാരണം ഈ പറയുന്ന പോലെ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതിനുള്ള യൂണിറ്റുകളും കാര്യമില്ല. അത് സിഗാർ ഷേപ്പിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷേസിക്കകത്തുള്ളത്. ഓക്കെ, അപ്പം ഈ വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഡ്രൈവർ ഡോർ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതാണ് ഡ്രൈവറിൻ്റെ ഡോറിൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ സ്റ്റിയറിംഗ്സും കാര്യങ്ങളും സീറ്റ്സ് കാണാം. സീറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കാർ ലൈക്ക് സീറ്റാണ് കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് എയർ ബ്രേക്കിൻ്റെ ലിവറാണ് ഇവിടെ കാണുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ക്ലച്ചും ബ്രേക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അകത്തെ കാര്യങ്ങൾ നമ്മൾ അകത്തുനിന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഈ ബസ്സിൻ്റെ കോക്പിറ്റാണ് വളരെ ബേസിക് ആയിട്ടുള്ള സിംപിളർ ആയിട്ടുള്ളൊരു കോക്പിറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് റൂട്ട് ബസ് ആയതുകൊണ്ടും ഗ്രാമങ്ങളിലൊക്കെ ഓടാനായതുകൊണ്ട് നോർമലി ഒരുപാട് പൈസയുടെ വർക്കുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ എക്കണോമിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ബസ്സാണ്. അപ്പോൾ ബസ്സിൻ്റെ വില ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷാസിക്ക് 23 ലക്ഷം, 10-17 ചാസിക്ക് 23 ലക്ഷവും, അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ബിൽഡ് ചെയ്യുന്നതിന് 12 ലക്ഷത്തോളം രൂപയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഭാരത് ബെൻസിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ വാഹനത്തിൻ്റെ ഹോണും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടിൽറ്റബിളും അഡ്ജസ്റ്റബിളും ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. നമ്മുടെ രീതിക്ക് അനുസരിച്ച് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് ഒരു ബോക്സ് വന്നിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി ഒരു ഭയങ്കര ഭംഗിയിലുള്ള ഡിസൈൻ ഒന്നുമല്ല. നോർമലി ഒരു യൂട്ടിലിറ്റി മാത്രമേ അത് പറയുന്നുള്ളൂ. അതുപോലെ ഇവിടെ നമുക്ക് മൈക്ക് വെക്കാനുള്ള പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റത്തിനുള്ള ഒരു മൈക്കിനുള്ള ഇപ്പോഴത്തെ ബസ് കോഡിക്കകത്തത് ബസ് കോഡിനകത്ത് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഇവിടെ ഒരു ബോക്സ്, യൂട്ടിലിറ്റി ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ വശത്തേക്ക് കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയായിട്ടാണ്. വണ്ടി നമുക്ക് 2 മോഡിൽ നമുക്ക് ഓടിക്കേണ്ടി വരും. പവർ, എക്കോ എന്ന് പറഞ്ഞ 2 മോഡുകളുണ്ട്. അതുപോലെ എക്സോസ് ബ്രേക്കിങ്ങിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഈ വശത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സെറ്റപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ വശത്തേക്ക് വരുന്നത്. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡ് കേട്ടോ, എഞ്ചിൻ ഇതിനടിയിലാണ്, ഈ ഒരു ബോക്സിനടിയിലാണ് എഞ്ചിൻ വരുന്നത്. 4D34i എന്ന് പറയുന്ന 4 സിലിണ്ടറായിട്ട് വരുന്ന ഒരു എഞ്ചിനാണ്. അതുപോലെ 3907 cc ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു പീക്ക് പവറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതെന്ന് പറയാൻ 170 PS പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനാണ്. 2500 RPM ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 520 Nm ടോർക്ക് 1500 RPM വണ്ടി നമുക്ക് തരുന്നതായിരിക്കും. മൈലേജിലേക്കൊക്കെ വരുവാണെങ്കിൽ ഒരു 5 to 6 ലിറ്റേഴ്സ് ആണ് ഇവർ പറയുന്നത്. ഒരു ലിറ്ററിന് അത്ര മൈലേജ് കിട്ടുമെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പം ഈ ഒരു വശം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വശത്തെ കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കാം. ബേസിക്കലി ഉള്ളതാണ് ഒരു ഫ്യൂസ് യൂണിറ്റ്, 16 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് യൂണിറ്റും കാര്യങ്ങളും കാണാം. അതുപോലെ ഇവിടെയും ഒരു ഫ്യൂസ് യൂണിറ്റ് ഉണ്ട്. ഇതുപോലെ റൂട്ട്സിൻ്റെ ഹോണിൻ്റെ സെറ്റപ്സ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചസ് ഉണ്ട്. സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്വിച്ചസും ലൈറ്റിൻ്റെ സ്വിച്ചസും ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം LED ലാംപ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് അവിടെ ആംപ്ലിഫയറും സംവിധാനങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ദൈവങ്ങളുടെ രൂപമുണ്ട്. അപ്പം നമ്മുടെ എന്താ പറയുന്ന സർവ്വമത ചിഹ്നങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ദേവിയുടെ രൂപമുണ്ട്. അത് ഏത് ദേവിയാണെന്ന് എനിക്ക് അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ആ വശത്ത് ഒരു ബോക്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തന്നെ ഒരു CCTV ക്യാമറയും അവിടെ കൊടുത്തിട്ടുണ്ട്. അതേ കോർണറിൽ തന്നെ ഒരു അലാമിൻ്റെ ഒരു ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എമർജൻസിയുടെ അലാമിൻ്റെ ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബസർ എന്നാൽ ഈ വശത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഡ്രൈവറിന് കേൾക്കാൻ പാകത്തിൽ വലിയൊരു സൗണ്ടിൽ കേൾക്കുന്ന ഒരു ബസറും കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ ഭയങ്കര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാസഞ്ചർ ഏരിയ നമുക്ക് നോക്കാം. നട്ട് വെയിലത്ത് കിടക്കുന്നുണ്ടാകുന്ന കാലത്തെ ചൂടാണ് ഓവനകത്ത് കയറിയിരിക്കുന്ന ഒരു എഫക്റ്റാണ്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല 35 സീറ്റുകളാണ് വരുന്നത്. ഒരു ഡ്രൈവർ സീറ്റാണ് വരുന്നത്. ഫ്രണ്ട് ഭാഗം ഏകദേശം കാണിച്ചു തരുന്നു. ഫ്രണ്ടിൽ ഇതാണ്ട് 2 ഹോട്ട് സീറ്റുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. 2 കുട്ടി സീറ്റുകളാണ് കേട്ടോ, കുട്ടി സീറ്റുകളാണ്. അതുപോലെ തന്നെ ഏറ്റവും മൂലയിലായിട്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വാഹനത്തിനകത്ത് വേറെയും ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു വെല്ലം ടൈപ്പാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, സ്വതവേ ഇങ്ങനെയുള്ള ഒരു ഫാബ്രിക്സ് ഒക്കെ നമ്മുടെ ഇങ്ങോട്ടൊക്കെ പൊതുവെ കുറവാണ്.
അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ധാരാളം ഫാൻസ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നല്ലൊരു സംവിധാനമാണ്. ഇതൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കണം, ഡ്രൈവർ ചേട്ടന്മാരൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കണം, കാരണം ചൂട്ടല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വഴിക്കാവും. അതുപോലെ തന്നെ നമുക്ക് ധാരാളം കേർട്ടൻ വർക്ക്സും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പച്ച കളറുള്ള ഒരു കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്പുറത്തെ വശമൊക്കെ ആണെങ്കിൽ നല്ല ഡെക്കറേറ്റീവായിട്ടാണ് അത് വരുന്നത്. പിന്നെ ഈ റൂഫിലേക്ക് വരുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ലൈറ്റിങ്സ്, LED ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തേക്ക് സ്പീക്കേഴ്സൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഈ പറയുന്ന റെയിലിങ്സ് ആണ്. നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാണ്ട് നമുക്ക് പറ്റും. ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ധാരാളം ബാഗുകളൊക്കെ വെച്ച് നമുക്ക് പോകാൻ പറ്റും. ഇനി വാഹനത്തിൻ്റെ സീറ്റുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. സീറ്റുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് എന്നുള്ളതൊരു ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. മിക്കപ്പോഴും മുട്ടിടിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനങ്ങൾ നമ്മൾ പൊതുവേ കാണാറുണ്ട്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. അത്യാവശ്യം നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ട്. വളരെ കംഫർട്ടബിളാണ്. കാരണം അതിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സീറ്റിന് പൊതുവേ വീതി കുറവാണ്. 2 പേർക്ക് കഷ്ടിച്ച് ഞെരുങ്ങിയിരിക്കാം. ഇഷ്ടം പോലെ ഒരു ഗ്യാങ് വേ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സീറ്റുകളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിലേക്കൊന്ന് പോകാം. എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിപ്പോൾ അടുത്ത ദിവസമായിട്ട് ഇനിയിപ്പോൾ റോഡിലേക്ക് ഇറങ്ങാൻ പോവാണ്. നാളെ എന്തോ ആണ് ഇതിൻ്റെ ഡെലിവറി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെട്ടി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ വെക്കാനൊന്നും മനസ്സിലായില്ല. ഇനിയിപ്പോൾ അഡീഷണലി ഇനി ചെയ്ത് വെച്ചിരിക്കുക, പുറത്തെവിടെയെങ്കിലും ഈ വാഹനത്തിൻ്റെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഗ്യാരേജിലൊക്കെ വെക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ വാഹനത്തിനകത്ത് വേറെ ഇടം കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ ഈ ബാക്ക് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബെഞ്ച് സീറ്റ് ആയിട്ടാണ് വരുന്നത്. ബെഞ്ച് സീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബാക്കിൽ 3, ഇവിടെ 2 സീറ്റുകളാണ് വരുന്നത്. അത് അത്യാവശ്യം അതിനും ലെഗ് സ്പേസ് വലിയ മോശമില്ലാത്തൊരു ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ എമർജൻസി ഡോറാണ്. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഫയർ എക്സ്റ്റിങ്വിഷർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഈ സീറ്റുകളിലൊക്കെ സീറ്റ് ബെൽറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സീറ്റുകൾക്ക് ഇവിടെ ഹാൻഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സീറ്റുകൾക്കും ഹാൻഡ് റെസ്റ്റ് കണ്ടില്ല. പക്ഷേ അതിനകത്ത് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഡോറുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന സീറ്റുകൾ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഡോർ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് വളമൊക്കെ വീശുന്ന സമയത്ത് ആൾ പറന്ന് പുറത്തു പോകാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി മാനദണ്ഡമായിരിക്കും ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ SIT ബസ്സസ് ആൻഡ് ട്രക്സ് പാലക്കാടാണ് ഈ ബോഡി പണിതിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പുറത്തെ ലുക്കും കണ്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് പറഞ്ഞേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും സൂപ്പർ ഹീറോ ആയിട്ടിരിക്കുന്ന പ്രൈവറ്റ് ബസ് ഏതാണെന്നൊന്ന് പറഞ്ഞേക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബസ് ബോഡി ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് പറയണം. സാധാരണ കൊണ്ടോടി അങ്ങനെ അല്ല വിക്ടറിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ബസ് ബോഡി ബിൽഡേഴ്സ് ആരാണെന്ന് പറയണം. അപ്പം അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ബസ്സുകൾ ഏത് ജില്ലയിലാണെന്നും കൂടെ താഴോട്ടൊന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോപ്പ് മൈ ഷോ.